ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ, ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളും അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ പാത്തിലൂടെ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഒക്കെ കിട്ടി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പലതരത്തിലും ആ ഒരു പെയിൻഫുള്ളായിട്ടുള്ള സ്ട്രെസ്ഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ വരുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ജേണി തന്നത്? അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുമുള്ള എനിക്കറിയാവുന്ന ആൾക്കാരെല്ലാം ഒരു സൊസൈറ്റി ബേസ്ഡ് അല്ലെങ്കിൽ നോർമൽ ലൈഫ് വഹിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്കെന്തിനാണ് ഇങ്ങനെ ഒരു ജേണി തന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്കറിയാവുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഉത്തരമായി ഷെയർ ചെയ്ത് തരികയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും മോട്ടിവേഷനും നല്ല പ്രോത്സാഹനവും നല്ല സജഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി എന്താണെന്ന് അറിയാം. അപ്പോൾ അത് വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആദ്യ അല്ലെങ്കിൽ ഇടയ്ക്കത്തെ ആ ഒരു കാലഘട്ടമെങ്കിലും ആ ഒരു സെൽഫ് റിയലൈസേഷനൊക്കെ കിട്ടി ആ ഒരു രീതിയിൽ സോൾ മെർജിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ലെവലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഈഗോ ഡെത്തൊക്കെ സംഭവിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അറിവുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളൊരു സ്റ്റേബിൾ പൊസിഷനിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ നമ്മുടെ യൂണിവേഴ്സൽ ഫോഴ്സിനോട് അത്രയും ഗ്രേറ്റ്ഫുള്ളായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അപ്പോൾ അവിടെ എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജേണി തന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സോൾ എന്ന് പറയുന്നത് അത് രണ്ട് ഹാഫായി വേറൊരു ഫിസിക്കൽ ബോഡിയിലും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡിവൈനായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സായിട്ട് ഇത്തരത്തിൽ നമ്മൾക്ക് ആ ഒരു സോൾ എന്ന് പറയുന്നത് ഈ ഒരു ലൈഫ് ടൈമിൽ ഇങ്ങനെ ഒരു ജേണി എന്തിനെ സെലക്ട് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ചോദ്യത്തിൻ്റെ ആദ്യത്തെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് പറയുന്നത് ഒരു ഓൾഡ് സോളാണ് അല്ലെങ്കിൽ ഒരു ഏൻഷ്യൻ സോളാണെന്നൊക്കെ പറയാം. അതായത് ആ ഒരു ആത്മാവ് ഒരുപാട് ലൈഫ് ടൈമിലൂടെയൊക്കെ ജനിച്ച് റീഇൻകാർണേഷനൊക്കെ കിട്ടിയതുകൊണ്ട് ആത്മാവിന് ആ ഒരു പ്രൊഫൗണ്ട് നോളജ് എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ ഒരുപാട് അറിവുകളുണ്ട്. അപ്പം അത് വെച്ചിട്ട് ആ അറിവിൻ്റെയൊക്കെ പുറത്ത് നമുക്ക് ശബരിമലയിലൊക്കെ പോകുമ്പോൾ ഒരുപാട് വർഷങ്ങൾ പോയ ഗുരുസ്വാമി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവിന് അത്രത്തോളം അറിവുകളും എക്സ്പീരിയൻസും ലൈഫ് ലെസൺസും ഒക്കെ നേടി ആ ഒരു രീതിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ആ ഒരു ഈ ഒരു ജന്മത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ഒരു ബിഗ് പർപ്പസ് പോലെ ഈ ഭൂമിയിൽ ചെയ്യണം എന്ന് യൂണിവേഴ്സൽ ഫോഴ്സിന് അത്രയും ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു ജേണി നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സോളിനെ കൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സ് ഇത്തരത്തിൽ നടത്തുന്നതും ഈ ഒരു ലൈഫ് ടൈമിൽ ഈ ഒരു ജേണി ഇങ്ങനെയായി തീർന്നതും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് അത്തരത്തിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോവുകയും അത്തരത്തിൽ ഒരുപാട് ഹീലിംഗ് പ്രാക്ടീസ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് അല്ലെങ്കിൽ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു വേദനകളെല്ലാം അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ തെറ്റായ ധാരണകൾ അതിനെയെല്ലാം നമ്മൾ ഹീൽ ചെയ്തുകൊണ്ട് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെയൊക്കെ കടന്നു പോയി ആ ഒരു ഈഗോ ഡെത്ത് ഒക്കെ സംഭവിച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഹീലായി. അതുപോലെ ആ ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എനർജി വൈബ് വളരെയധികം ഉയരുന്ന സമയത്ത് നമ്മളുടെ ആ ഒരു ട്വിൻ സോൾ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു പാർട്ടിനും ആ ഒരു ഹീലിംഗ് നന്നായിട്ട് നടക്കുകയും അങ്ങനെ അത്തരത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഹീലായി ഒക്കെ കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ഹീലിംഗ് എനർജി എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന പല ആളുകളിലേക്കും അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ റേഡിയേറ്റ് ചെയ്യുമ്പോൾ പല ആളുകൾക്കും അത് വലിയ ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻ്റ് ആണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു മോട്ടിവേഷനൊക്കെയാണ് നിങ്ങൾ ആ ഒരു ജേണിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന പല ആളുകളിലേക്കും അല്ലെങ്കിൽ ലോകത്തിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കമ്പാഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന പല ആളുകൾക്കും അല്ലെങ്കിൽ പുറത്തേക്ക് നമ്മൾ ആ ഒരു എനർജി നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നതാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ നമ്മൾ
പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. സാധാരണ എല്ലാ വ്യക്തികളും നോർമൽ ലൈഫിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അവർക്ക് എല്ലാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ എത്ര കൊടുക്കുന്നോ അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ച് നമ്മൾ പ്രതീക്ഷിക്കും. നമ്മളുടെ ബന്ധങ്ങളുടെ സ്ഥാനത്ത് എല്ലാവരെയും നമ്മൾ അടുത്ത് നിർത്തുമ്പോൾ എനിക്ക് അടുത്ത് നിൽക്കുന്ന ആൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളിതെല്ലാം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നു, അപ്പോൾ അവർ തിരിച്ച് അതിൻ്റെ ഇരട്ടി നമുക്ക് തരും. അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റീവ് നേച്ചറിൽ ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ കൺട്രോളിങ് ഫാക്ടർ വെച്ച് അവരെ നമുക്ക് നമ്മളുടെ കൈപ്പിടിയിൽ നിർത്താം. അവരുടെ സ്വാതന്ത്ര്യത്തിനെ അത് നമ്മളുടെ കരങ്ങളിൽ എപ്പോഴും വളരെ കൺട്രോൾ ചെയ്ത് വെക്കാം. അപ്പോൾ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ കൈകളിൽ ആ ഒരു എനർജിയെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ഓരോ വ്യക്തികളും അവരുടെ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ എല്ലാം ഹീൽ ചെയ്തതിന് ശേഷം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവും സപ്പോർട്ടും ആ ഒരു കമ്പാഷനും ഒക്കെയാണ് ലോകത്തിലേക്ക് അവരുടെ ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ആ ഒരു ഈശ്വരീയ ചൈതന്യം എങ്ങനെയാണ് ഭൂമിയിലെ സകല ചരാചരങ്ങളെയും ഓരോ നിമിഷവും നോക്കിക്കാണുന്നതും നമുക്ക് വേണ്ടതെല്ലാം തരുന്നതും വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നതും നമ്മളുടേതായിട്ടുള്ള ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് നേച്ചർ അല്ലെങ്കിൽ ഒരാളുടെ മുകളിലുള്ള നമ്മളുടെ ആ ഒരു ആധിപത്യം, മേൽക്കോയ്മ, മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസി ഇഷ്യൂസ്, ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ട് അതൊന്നും ആരും നമ്മൾ ചെയ്യുന്നത് ശരിയല്ലെന്നും നമ്മളിലും ആരും ചെയ്യുന്നത് ശരിയല്ലെന്നും എപ്പോഴും വളരെ കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്രീഡം ബേസ്ഡ് ലൈഫിൽ നമ്മൾ മുന്നോട്ട് ജീവിച്ചു പോകണമെന്നും അതിന് നമുക്ക് ആരുടെയും സഹായമോ അല്ലെങ്കിൽ ഒരു ആശ്രയമോ നമുക്ക് വേണ്ടെന്നും ആകെ നമുക്ക് വേണ്ടുന്ന ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടുന്നത്, ഈശ്വരീയ ചൈതന്യത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നും അതിൻ്റെ ആ ഒരു തിരിച്ചറിവ് നമ്മൾ കിട്ടിക്കൊണ്ട് അതിനോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിന്നുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് അന്നേരം പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാനുള്ള ആ ഒരു അൺകണ്ടീഷണൽ ലവ്, സപ്പോർട്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി. അപ്പോൾ അത്തരത്തിൽ നമ്മളുടെ ആ ഒരു അൺകണ്ടീഷണലായിട്ട് നമുക്ക് കൊടുക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു സാന്നിധ്യം അത്തരത്തിൽ നമ്മളെ ഒരു ഹൈ വൈബ്രേഷനിലേക്ക്, എനർജിയിലേക്ക് ഉയർത്തി നിർത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും ആ ഒരു പ്രപഞ്ചശക്തിയോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുകയും ഒരു ഹൈ മാനിഫെസ്റ്റർ ആവുകയും അത്തരത്തിൽ ഈഗോഡത്തൊന്നും ഇല്ലാതെ വളരെ ഒരു പ്യുവർ സോള് പോലെ നിന്നുകൊണ്ട് നമ്മൾ ഡിവൈന് വേണ്ടിയിട്ട്, യൂണിവേഴ്സൽ ഫോഴ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടൂളായി മാറുക എന്നൊക്കെയുള്ളതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും ആ ഒരു എന്തിനാണ് ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജേർണി ലൈഫ് ടൈമിൽ നമ്മുടെ സോൾ സെലക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കാരണം. ഇനി ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ കോൺട്രാക്റ്റ്, അതായത് ഈശ്വരീയ ചൈതന്യത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മളുടെ ഒരു ഏൻഷ്യൻ സോളാണ് അല്ലെങ്കിൽ ഒരു ഓൾഡ് സോൾ ആയതുകൊണ്ട് ഒരുപാട് പാസ്റ്റ് ലൈഫായിട്ടുള്ള ആ ഒരു മെമ്മറീസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ലൈഫ് ലെസൺസ് എല്ലാം നമ്മളുടെ ആത്മീയ തലത്തിൽ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ആ ഒരു രണ്ട് സോളുകളും കൂടി ചേർന്ന് ഒരു യൂണിവേഴ്സൽ ഫോഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലോകത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, ബിഗ് പർപ്പസ്, ബിഗ് മിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് പോലെ ഈശ്വരീയ ചൈതന്യത്തിലേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം നമ്മളെ അത്തരത്തിൽ ഭൂമിയിലേക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ വിട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പുറത്തേക്ക് ലോകത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു അറിവുകൾ എല്ലാം തുറന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും അത്തരത്തിൽ ഗൈഡ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹീലാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീച്ചിങ്ങിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ മോട്ടിവേഷൻ കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഹീലിംഗ് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങൾ, യോഗ പ്രാക്ടീസ് പോലത്തുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് പറഞ്ഞും പഠിപ്പിച്ചും ഒക്കെ കൊടുക്കുമ്പോൾ അത് പ്രപഞ്ചശക്തിക്ക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫോഴ്സിന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സോൾ കോൺട്രാക്റ്റ് നമ്മൾ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ ഓരോ സോളുകളും കടന്നു പോകുന്നതിൻ്റെ കാരണം. ഇനിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഓൾഡ് വെർഷൻ എങ്ങനെ നമുക്ക് പൂർണ്ണമായും ഇല്ലാതാക്കി കളഞ്ഞുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി മാറാൻ പറ്റും എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഓരോ സോളുകളെയും അത്തരത്തിൽ
ഇവിടെ ഫിക്സ് ചെയ്ത് ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ച് വളരുന്ന സാഹചര്യം മുതൽ ഒരു ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് മുതൽ ആ ഒരു ബാല്യം അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള ആ ഒരു ഡെവലപ്മെൻ്റൽ രീതിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ സമൂഹത്തിനെ നോക്കി കണ്ടുകൊണ്ട് മറ്റേ പലരും മുന്നേ നടന്നുപോയ ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു ട്രഡീഷൻ കസ്റ്റം ഒക്കെ വെച്ച് അത്തരത്തിൽ നമ്മൾ ജീവിച്ച് പോകുമ്പോൾ അതിനെതിരെ ഒരു പ്രാവശ്യമെങ്കിലും എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊന്ന് ചോദിക്കാനോ ഒന്ന് പ്രതികരിക്കാനോ അല്ലെങ്കിൽ നമ്മളിന്ന് മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഞാനിതിനൊന്നും പങ്കെടുക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതി ഇങ്ങനെയൊന്നുമല്ല എന്നുള്ള രീതിയിൽ മാറി ഒന്ന് ചിന്തിച്ച് നിൽക്കാനോ ഒരാൾക്കും ഒരു ധൈര്യമില്ല. അത് നമ്മളുടെ ആ ഒരു ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റ് പല പൂർവികരും ജനിച്ച് ജീവിച്ച് വളർന്നു വന്നവർ അത്തരത്തിലൊരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് ഫാക്ടർ നമ്മളുടെ കുടുംബപരമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലെ ഓരോ സോളുകളും ഉയർന്നു വരുന്ന സമയത്ത് അവരിൽ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തി അല്ലെങ്കിൽ അവരുടെ ഒരു പഴയ വെർഷനൊക്കെ അങ്ങ് മാറ്റുന്ന രീതിയിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെയൊക്കെ കടന്നുപോയി അവർ ഷാഡോ വർക്കൊക്കെ ചെയ്ത് ഹീലിംഗ് പ്രാക്ടീസൊക്കെ ചെയ്ത് അവരുടെ ട്രോമാസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തതിന് ശേഷം അവർക്ക് ഫിയർ എന്ന് പറയുന്ന ഒരു പേടി എന്ന് പറയുന്ന ഒന്നില്ലാതെ വളരെ ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ നോക്കാനും കാണാനും ചെയ്തു പോകാനും ഒക്കെ സാധിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മളുടെ ആ ഒരു പഴയ വെർഷൻ പാടെ നമ്മൾ മാറ്റിക്കൊണ്ട് ഒരു പുതിയ വ്യക്തിത്വമായിട്ടൊക്കെ മാറിക്കൊണ്ട് ഒരു വെളിച്ചം പോലെ ഒരു എനർജി പോലെ ഒക്കെ നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന പല ആളുകളുടെയും മുന്നിൽ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യാനും അത് പലർക്കും ഒരു മോട്ടിവേഷനായിട്ട് അവർക്കും അതുപോലെ ഒന്ന് മാറാനായിട്ടുള്ള ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് ആ ഒരു ജേർണിയിലൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എനർജിയെ എപ്പോഴും വളരെ ബാലൻസ് ചെയ്ത് വയ്ക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് എല്ലാ മനുഷ്യരിലും ആ ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി അത് സ്പിരിച്വലായിട്ട് ഈശ്വരീയ ചൈതന്യത്തിലേക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അത് ഡിവൈൻ ഫെമിനിൻ ഡിവൈൻ മസ്കുലിൻ എനർജി ആയിട്ടത് മാറും. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തരുടെയും ശരീരത്തിന് ഇങ്ങനെ ഒരു എനർജി 2 തരത്തിലുള്ള എനർജി ലെവലുണ്ടെന്നും അപ്പോൾ ആ ഒരു 2 എനർജിയും വളരെ ബാലൻസ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനോ ഏത് ഓപ്പർച്യൂണിറ്റിയോ എന്ത് വാർത്തകളോ ഏത് തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുന്നിൽ വന്നാലും നമ്മളുടെ എനർജിക്കൊന്നും യാതൊരു ഡ്രെയിനും അല്ലെങ്കിൽ ഒരു ദോഷവും സംഭവിക്കാതെ അവിടെ നിന്നൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആ ഒരു സിറ്റുവേഷനെ യൂട്ടിലൈസ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോകാനായിട്ടുള്ള സാധിക്കും എന്നുള്ള പൂർണ്ണമായ ഒരു ഉറപ്പ് നമ്മളിൽ വരുന്ന രീതിയിൽ നമ്മളുടെ ആ ഒരു എനർജി വളരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ ഈ 2 എനർജിയും ശിവൻ ശക്തി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദിപരാശക്തി എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഈ 2 എനർജിയും എൻ്റെ ഉള്ളിലുണ്ടെന്നും അത് വളരെ ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വലിയ കഴിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും അത്തരത്തിൽ മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരുടെയും ആ ഒരു എനർജി എന്ന് പറയുന്നത് എനർജി ലെവൽ എന്ന് പറയുന്നത് വളരെ ബാലൻസ് ചെയ്ത് വയ്ക്കാൻ ഒക്കെ നമ്മൾ പറഞ്ഞ് പ്രേരിപ്പിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു സോള് ഈ ഒരു ജന്മത്തിൽ ഇങ്ങനത്തെ ഒരു ജേർണി സെലക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിച്ച് വീണ കാലം മുതൽ നമ്മളുടെ ചുറ്റിനുള്ള പല ആളുകൾ പേരൻസ് ആണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിഞ്ഞുകൂടാത്ത ആളുകളാണെങ്കിലും പലരുമായിട്ടും പല കാലഘട്ടത്തിലും നമുക്ക് പരിചയപ്പെടുകയും ആ ഒരു ബന്ധം കുറച്ചു കാലം അല്ലെങ്കിൽ കൂടുതൽ കാലം ഒരുമിച്ച് നിന്ന് ഒക്കെ പോകുന്ന ആ ഒരു സാഹചര്യം വരുമ്പോൾ ആരെയും നമ്മളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നത് ആകസ്മികമായിട്ടല്ല, അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു ഘട്ടം വരെയൊക്കെ ജീവിച്ചു വരികയും അതിനുശേഷം ഇങ്ങനത്തെ ഒരു ജീവിതം എൻ്റെ ജീവിച്ചിങ്ങനെ പോകുന്നത് കൊണ്ട് ജീവിതത്തിൽ എനിക്കൊന്നും പ്രാപ്തമാക്കാൻ അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മീയ തലത്തിലേക്കുള്ളൊരു പൂർണ്ണ സംതൃപ്തിക്ക് വേണ്ടിയിട്ടൊന്നും നേടാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് വരികയും ഇപ്പോൾ ചുറ്റിന് നിൽക്കുന്നതെല്ലാം കർമ്മങ്ങളാൽ അധിഷ്ഠിതമായിട്ടുള്ള കാർമ്മികമായിട്ടുള്ള സിറ്റുവേഷനിലുള്ള ആളുകളാണ്, ഓപ്പർച്യൂണിറ്റീസ് ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ ആ ഒരു
സൈക്കിളിന് തന്നെ പൂർണ്ണമായിട്ടൊരു ബ്രേക്ക് കൊടുത്തുകൊണ്ട്, കംപ്ലീഷൻ കൊടുത്തുകൊണ്ട് ഒരു പുതിയ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി ഒരു ന്യൂ വെർഷൻ പോലെ പുതിയ എന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ പറയുന്ന ലോ വൈബ്രേഷൻ എനർജിയിൽ നിൽക്കുന്ന നമ്മുടെ ലോവർ 3 ചക്രാസിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഹീൽ ചെയ്ത് റിലീസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ കാർമിക് സൈക്കിളിനെല്ലാം ഒരു കംപ്ലീഷൻ കൊടുത്തുകൊണ്ട് ഒരു ന്യൂ സൈക്കിള് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുകയും അത്തരത്തിലൊക്കെ നമ്മളുടെ ഈ ലൈഫ് ടൈമിൽ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടത്തിക്കൊണ്ട് പോയിട്ട് ആ ഒരു സോളിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സിൻ്റെ ആ ഒരു ആഗ്രഹം ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിട്ട് പൂർണ്ണ സന്തോഷത്തോടു കൂടി പൂർണ്ണ സമാധാനത്തോടു കൂടി നിങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള കാര്യം ലോകത്തിലേക്ക് നിങ്ങൾ വിളിച്ചു പറയുക അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക എന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈഫിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ നിങ്ങളെ ഡിവൈൻ സോഴ്സ് കടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകൾ ആ ഒരു അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിലൂടെ പോകുന്ന ആളുകൾക്കെല്ലാം ആ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് അവരുടെ ആ ഒരു ഹീലിംഗ് വർക്കെല്ലാം ചെയ്ത് ആ ഒരു പ്രാണ എന്ന് പറയുന്നത് ഉള്ളിലൂടെ ഇങ്ങനെ സദാ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ വൈബ്രേഷൻ എന്ന് പറയുന്നത് എപ്പോഴും വളരെ ഹൈ ആയിട്ട് നിർത്തുന്ന സമയത്ത് നമുക്ക് ഭൂമിയുടെ ആ ഒരു വൈബ്രേഷനുമായിട്ട് ഏകദേശം തുല്യമായി നിന്നുകൊണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാൻ, ഇത്ര വലിയ നമ്മളെ പിടിച്ചു കുലുക്കുന്ന രീതിയിലുള്ളൊരു സിറ്റുവേഷനോ വാർത്തയോ മുന്നിൽ വരുമ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ വളരെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ്ങിനെ വളരെ ഉയർത്തി നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് നമ്മളുടെ ഡ്യൂട്ടി ലെവലിൽ നല്ല തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതെന്ന് മാത്രമല്ല, ആ ഒരു ഭൂമിയുടെ ആ ഒരു വൈബ്രേഷനുമായിട്ട് അത്രയും നമ്മൾ ഈക്വലായിട്ട് നിൽക്കുന്ന സമയത്ത് ലോകത്തിലെ സകല ചരാചരങ്ങളെയും നമ്മൾ ഒരുപോലെ സ്നേഹിക്കാനുള്ള നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ കമ്പാഷൻ അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്ന രീതിയിൽ എല്ലാ മൃഗങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും അല്ലെങ്കിൽ ജീവനില്ലാത്തതിനെയും എല്ലാം നമുക്ക് പൂർണ്ണമായും ആ ഒരു രീതിയിൽ സ്നേഹിക്കാനും അവർക്കെല്ലാം അർഹിക്കുന്ന ആ ഒരു സ്ഥാനം കൊടുക്കാനും ആരിൽ നിന്നും നമുക്കൊന്നും തട്ടിപ്പറിച്ചെടുക്കേണ്ട, നമുക്ക് ജീവിക്കാനെന്നുള്ള സത്യത്തിനെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വളരെ ലിബറലായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. അങ്ങനെ ഭൂമിയുടെ ആ ഒരു വൈബ്രേഷനുമായിട്ട് എപ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നിന്നുകൊണ്ട് ഭൂമി മാതാവിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം നേടിക്കൊണ്ട് നമ്മൾ അത്രയും ഹൈ വൈബ്രേഷനിൽ എപ്പോഴും നമുക്ക് ആ ഒരു രീതിയിൽ വളരെ ബാലൻസ് ചെയ്ത് നിന്ന് അല്ലെങ്കിൽ ജീവിച്ച് പോകാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ട്വിൻ ഫ്ലെയിം ജേർണിയുടെ ആ ഒരു സോള് ഈ ഒരു ജന്മത്തിൽ നിങ്ങളെ ആ ഒരു ജേർണിയിലേക്ക് നമ്മൾ ഡിവൈൻ ഫോഴ്സ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അവേക്കനിങ്, സ്പിരിച്വൽ അവേക്കനിങ് ഒരുപാട് പ്രാവശ്യം കിട്ടി. അങ്ങനെ ജീവിതം എന്താണെന്ന് അറിയാം. എല്ലാവരും ജീവിതം മുന്നേ പോയ ആളുകൾ ജീവിച്ചു പോകുന്നത് പോലെ ഒരു കാർബൺ കോപ്പി പോലെ പിന്നെയും ഇങ്ങനെ ജീവിച്ച് കഷ്ടപ്പെട്ടും വ്യസനിച്ചും അല്ലെങ്കിൽ പരാതി പറഞ്ഞും അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രാവിയും ഒക്കെ നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കി നിന്നുകൊണ്ട് നമുക്ക് ജീവിതം എന്ന് പറയുന്ന ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് നോക്കിക്കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ടൊക്കെ സാധിക്കുകയും ആ ഒരു നമ്മളുടെ ആ ഒരു വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ജീവിക്കുന്ന ആ ഒരു രീതിയൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയും പാടിപ്പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല, നമ്മളെ കാണുകയും മനസ്സിലാക്കുകയും ആ ഒരു രീതിയിൽ നോക്കുന്ന ആളുകൾക്ക് നമ്മളുടെ എനർജി സെൻസ് ചെയ്തെടുക്കുമ്പോൾ തന്നെ അവർക്ക് അത് മനസ്സിലാകും. അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ പുറത്തേക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെ എങ്ങനെയാണ് ശരിക്കും ജീവിക്കേണ്ടത്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർക്കും വലിയ ദോഷങ്ങളൊന്നും ചെയ്യാതെ നമ്മളെ ആരും ചൂഷണം ചെയ്യാതെ എപ്പോഴും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഇമോഷൻസിനെ താഴ്ത്തിക്കൊണ്ട് ഇൻ്റലിജൻസിനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഇൻഡ്യൂട്ടി ലെവൽ വളരെ ഹൈ ആക്കിക്കൊണ്ട് ഒക്കെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ ഒരു ഇൻസ്പിറേഷൻ ഫാക്ടർ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ഫാക്ടർ പോലെയൊക്കെ മറ്റു പലരും നമ്മളെ നോക്കിക്കാണുന്ന രീതിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ലൈഫിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള രീതിയിലേക്കൊക്കെ ആ ഒരു സോളിനെ ആ ഒരു രീതിയിൽ ഡിവൈൻ പവേഴ്സ് കൊണ്ടുപോകുന്നത്.
ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു മിററിങ് ഇഫക്റ്റ്. അതായത് നമ്മൾ ആ ഒരു ഘട്ടം വരെയും ജീവിതത്തിൽ പോവുകയും അതിനുശേഷം ഒരു വലിയ റിയലൈസേഷൻ കിട്ടുന്ന രീതിയിൽ എന്താണ്, എങ്ങനെയാണ്, എവിടെ നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു ചോദ്യത്തിൻ്റെ രീതിയിൽ ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെയൊക്കെ കടന്നുപോയി ഈഗോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെത്ത് വന്നതിന് ശേഷം നമുക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും അതിനെല്ലാം പോസിറ്റീവായിട്ട് കാണാനും നമ്മളുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ നിന്നുകൊണ്ട് നമ്മളുടെ എനർജി ഒരിക്കലും തകർന്നോ പോകാത്ത രീതിയിൽ നമ്മൾ ഉയർന്നു നിന്നുകൊണ്ട് നമ്മളുടെ ഹീലിംഗ് വർക്ക് അത്രയും ചെയ്ത് ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിൽക്കുന്ന സമയത്ത് ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫോഴ്സ് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ നമ്മളുടെ ജീവിതത്തിൽ മുമ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്ത് തരും. അങ്ങനെ നമ്മളുടെ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ ഒക്കെ വെച്ചിട്ട് നമ്മളുടെ ആ ഒരു എനർജി പുറത്തേക്ക് ആ ഒരു രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജിയൊക്കെ അബ്സോർബ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്വിൻ സോള് അതിൻ്റെ ഒരു ഹീലിംഗ് വർക്കൊക്കെ ചെയ്യാനായിട്ട്, സ്പീഡപ്പ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുകയും അതിനുശേഷം രണ്ടുപേരും വളരെ അധികം ഹീലായി കഴിയുമ്പോൾ അവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് പുറത്തേക്ക് ചുറ്റിന് നിൽക്കുന്ന പല ആളുകളിലേക്ക്, സൊസൈറ്റിയിലേക്ക് ഒക്കെ ആ ഒരു എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ പോലെ, ഒരു മോട്ടിവേഷൻ പോലെ ഇങ്ങനെയും ജീവിക്കാം, ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിക്കാം, നമുക്ക് വേണ്ടതെല്ലാം ജീവിതത്തിൽ നേടിയെടുക്കാം, യൂണിവേഴ്സൽ ഫോഴ്സ് എന്താണെന്ന് തിരിച്ചറിയാം, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് കൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും ആ ഒരു പ്രപഞ്ച ശക്തിയുമായിട്ട് എങ്ങനെയാണ് വളരെ കണക്റ്റഡായിട്ട് നിൽക്കുക എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ലൈഫ് ടൈമിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ള രീതിയിൽ നിങ്ങളെ ആ ഒരു രീതിയിൽ പ്ലേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വളരെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്ത് നിൽക്കാനും ജീവിക്കാനും പറ്റുന്ന ആ ഒരു കാര്യം. അതായത് നമ്മുടെ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം വാർത്തകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, ഓപ്പർച്യൂണിറ്റീസ് ആളുകളിൽ അത്തരത്തിലെല്ലാം നമ്മൾ അതിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമുക്ക് നമ്മളുടെ ആ ഒരു എർത്തലി മാറ്റർ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നിൽക്കുന്ന സമയത്ത് എപ്പോഴും യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എപ്പോഴും ആ ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് എന്നെ ഉയർത്തി നിർത്തുന്ന സമയത്ത് എൻ്റെ ഹൃദയം എന്ന് പറയുന്നത് വളരെ വിശാലമായി ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പുറത്തുള്ള ഈ വാർത്തകളോ അല്ലെങ്കിൽ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആങ്കർ അല്ലെങ്കിൽ ആ ഒരു അഗ്രഷൻ അങ്ങനത്തെ യാതൊരു ഇമോഷൻസും എൻ്റെ ഉള്ളിലേക്ക് കയറില്ല എന്നുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള ആ ഒരു വിശ്വാസം എന്നിലുണ്ട്. അതുമാത്രമല്ല ഈശ്വരീയ ചൈതന്യം എന്ന് പറയുന്നത് അങ്ങ് ദൂരെയല്ല, എൻ്റെ ഉള്ളിലാണ്, എൻ്റെ ഹൃദയത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിൻ്റെ പാദങ്ങളിൽ നമ്മളെ ഒരു പോയിന്റ് ഓഫ് എനർജി പോലെ നിലനിർത്തിക്കൊണ്ട് നമ്മളൊരു സറണ്ടറിങ് മോഡിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ടൊക്കെ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ജേർണി നമ്മളെ മോൾഡ് ചെയ്ത് ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ എപ്പോഴും വളരെ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ ടാപ്പ് ചെയ്ത് നിർത്താനും മുക്തി മോക്ഷം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കാണുന്ന ചപലതകളും ചാബല്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു മെൻ്റൽ പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ ഒരു പോയിന്റ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന് വേണ്ടിയിട്ട് മാത്രമേ ഉള്ളെന്നും എന്നാൽ ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സന്തോഷം, സമാധാനം അല്ലെങ്കിൽ ആനന്ദ അനുഭൂതി എന്ന് പറയുന്നത് എപ്പോഴും വളരെ ബാലൻസ്ഡ് ആയിട്ട് വളരെ ആ ഒരു സ്റ്റേബിൾ പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ ജീവിതത്തിൻ്റെ മാർഗത്തിലേക്കൊക്കെ തേടി പോകാനായിട്ടൊക്കെ അത് സഹായിക്കും എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ ഈ ഒരു ലൈഫ് ടൈമിൽ കടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ഒന്നും ഇല്ലാത്ത ഒന്നായിട്ടുള്ള ക്ഷമ എന്ന് പറയുന്ന ഒന്ന് എന്താണ്, അല്ലെങ്കിൽ സറണ്ടർ എന്ന് പറയുന്ന ആത്മസമർപ്പണം എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെയുള്ള വാക്കിൻ്റെ ആഴമേറിയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ നമുക്ക് നമ്മളുടെ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ ഒരു സോള് രണ്ട് ഫിസിക്കൽ ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ ഹീലിംഗ് വർക്കൊക്കെ ചെയ്ത് വളരെ പെർഫെക്റ്റായിട്ട് അല്ലെങ്കിൽ അത്രയും എനർജി വൈബ് വളരെ ഉയർത്തി നിർത്തുമ്പോൾ
ആ ഒരു എനർജിയുടെ ഒരു സഹായത്തോടു കൂടി എതിരെ നിൽക്കുന്ന ആളും ആ ഒരു ഹീലിംഗ് പ്രോസസ്സൊക്കെ ചെയ്ത് ആദ്യം അതിന് വളരെ സ്കെയറി സിറ്റുവേഷനൊക്കെ ആയി ഇതിൽ നിന്ന് ഓടിപ്പോകാനും ബ്ലോക്ക് ചെയ്യാനും ഒരുപാട് കാർമിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകാനായിട്ടും ഒക്കെ ആ ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നെല്ലാം പതുക്കെ വിടുതൽ വാങ്ങിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ഇന്നർ വൂൺസ് ട്രോമാസ് ഒക്കെ വളരെയധികം ഹീല് ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തിയതിന് ശേഷം ആ ഒരു സോൾ കോൺട്രാക്റ്റ് ഒക്കെ വെച്ചിട്ട് വലിയ മിഷൻ നമ്മളുടെ ഈ ഭൂമിയിൽ നമുക്ക് ചെയ്യാനുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകണമെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്ഷമ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ഞാനവിടെ വിട്ടുകളയുകയാണ്. ലെറ്റ് ഗോ ഓഫ് ദ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് വേണം അത് അങ്ങനെ വേണം ഇതെൻ്റെയാണ് എന്ന് നമ്മൾ ലോ വൈബ്രേഷൻ എനർജിയിലുള്ളവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈ വൈബ്രേഷനിൽ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം അവിടെ ഉപേക്ഷിച്ചതിന് ശേഷം എല്ലാം ഈശ്വരീയ ചൈതന്യമാണ്. ഈ പ്രപഞ്ചമാകുന്ന മുഴുവൻ ശക്തിയാണ് ഭൂമിയിലെ എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ നിമിഷവും പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ള സത്യം ഉൾക്കൊണ്ട് കഴിയുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം എപ്പോഴായാലും കിട്ടും, വേണ്ടാത്തത് നമ്മളിൽ നിന്ന് പോകും എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി നമുക്ക് വൈകാരികമായിട്ടുള്ള ചിന്തകളൊന്നും ഇല്ലാതെ ഏത് സിറ്റുവേഷനിലായി ആണെങ്കിലും നമുക്ക് മെൻ്റൽ സ്ട്രെയിൻ തോന്നുന്ന കാര്യത്തിനെ വിട്ടുകളഞ്ഞുകൊണ്ട് പൂർണ്ണമായും തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടൊക്കെ നമ്മളുടെ ആ ഒരു ധൈര്യം ഉയർത്തിക്കൊണ്ട് പേടിയെന്ന് പറയുന്നതൊന്നും ഇല്ലാതെ ഒക്കെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ്സ്, അഡിക്ഷൻസ്, അല്ലെങ്കിൽ കോഡിപെൻഡൻസി ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഹീൽ ചെയ്തതിന് ശേഷം മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളെ ഈ ലൈഫ് ടൈമിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ കടത്തിക്കൊണ്ട് പോയത് ഇതിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു വലിയ ട്രാൻസ്ഫോർമേഷനൊക്കെ വരുത്തി കഴിയുമ്പോൾ നമ്മളോട് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഓരോ ആളുകളോടും നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്, ഹൂ ആം ഐ? ഞാൻ ആരാണ്? എൻ്റെ മൂല്യം എന്താണ്? എൻ്റെ ആ ഒരു വില എന്താണ്? അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ലൈഫ് പർപ്പസ് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനൊരു ജന്മം ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ജേണിയൊക്കെ തന്നത് എന്നൊക്കെയുള്ള ഈ ചോദ്യത്തിൻ്റെ എല്ലാം ഉത്തരം കണ്ടുപിടിക്കുകയും ഒരു സെൽഫ് ഡിസ്കവറി പോലെ പുതിയത് എന്താണ് ഇനി എനിക്ക് വേണ്ടത് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾക്ക് തന്നെ ഒരു ഡിസ്കവറി മോഡലിലൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ ഈ ഒരു ജന്മം കൊണ്ടുപോകുന്നത്. ഇനി പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജേർണിയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒന്നാണ്, പ്രപഞ്ചശക്തി എന്താണ്, യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സ് എന്താണ്. അപ്പോൾ ആ ഒരു ശക്തിക്ക് നമ്മളോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളമാണ്. എല്ലാവരിലേക്കും ആ ഒരു സ്നേഹമുണ്ടെങ്കിലും പ്രപഞ്ചശക്തി സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം തരുന്നു, വേണ്ടാത്തതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നു, അല്ലെങ്കിൽ എല്ലാ നിമിഷവും ഉറങ്ങുമ്പോൾ പോലും നമ്മൾ വളരെ അബണ്ടൻ്റായിട്ട് നമ്മളിങ്ങനെ ആ ഒരു കരവലയത്തിൽ സൂക്ഷിക്കുന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിക്കും ആ ഒരു പ്രപഞ്ചശക്തിയുടെ ആ ഒരു എനർജിയിൽ എപ്പോഴും വളരെ അലൈനായിരിക്കാൻ, കണക്റ്റ് ചെയ്തിരിക്കാൻ ഒക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോവുകയും അങ്ങനെ നമ്മളുടെ ആ ഒരു സോളിന് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവുകയും ഒരുപാട് ഇവോൾവിങ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഒക്കെ വന്നതിന് ശേഷം എന്തും തരണം ചെയ്യാൻ, എന്തും നമുക്ക് നേരിടാൻ ഒക്കെയുള്ള ശക്തിയും പ്രാപ്തിയും ഒക്കെ കിട്ടിക്കൊണ്ട് ആ ഒരു ഈശ്വരീയ ചൈതന്യം എപ്പോഴും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ സദാ ഇങ്ങനെ വിളങ്ങി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായതുകൊണ്ട് ആപത്തൊന്നും വരുത്താതെ എപ്പോഴും ആ ശക്തി നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള സത്യം ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെല്ലാം വേണോ അത് സമയാസമയം ഒരു ഡിവൈൻ ഓർക്കസ്ട്രേഷൻ പോലെ എനിക്ക് പ്രപഞ്ചശക്തി എനിക്ക് തന്നോളും, അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പ്രപഞ്ചശക്തിയെ നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് ഒരു തുറന്ന പുസ്തകം പോലെ ഒരു ഈഗോയും ഇല്ല, ആരോടൊരു ദേഷ്യവും ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മളെ ഒരു ലൈഫ് ടൈമിൽ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ ഒരു സോൾ ലെവലിൽ നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ വരുന്ന സമയത്ത്
നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സോൾ എന്ന് പറയുന്നത് വളരെ പരിശുദ്ധമാവുകയും ആ ഒരു കർമ്മങ്ങളെല്ലാം തീർന്ന് നമ്മൾ അത്തരത്തിലും വളരെ പരിശുദ്ധമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി മോക്ഷം എന്നുള്ള രീതിയിൽ വളരെ ഒരു ലൈഫ് അമേസിങ് എന്നൊക്കെയുള്ള രീതിയിൽ ജീവിച്ചു പോകാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് അത്തരത്തിൽ നമ്മളെ ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ഉയർത്താൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രപഞ്ചശക്തി ഇത്തരത്തിലുള്ള ഒരു ജേണിയിലൂടെ നമ്മളെ ആ ഒരു സോൾ ലെവലിൽ കൊണ്ട് പോയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ജേണിയിലൂടെ പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.